അങ്ങനെയുണ്ട്. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം, പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളോ പുരുഷന്മാർ ശ്രദ്ധിക്കണം. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ എന്നാ പിന്നെ വീട് നന്നാകും. കാരണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത് അവരുടെ വീടാണ്. അതുകൊണ്ടല്ലേ വീടിനെ സംബന്ധിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ താമസിക്കുന്ന വീട്, ആ വീട് മനസ്സിന് നല്ല സമാധാനമുള്ള വീടാകണ്ടയോ? നിങ്ങൾ താമസിക്കുന്ന വീട്, ആ വീട് നല്ല ബറക്കത്തുള്ള വീടാകണ്ടയോ? നിങ്ങൾ താമസിക്കുന്ന വീടോ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷവും മനസ്സിന് ഒരുപാട് സമാധാനവും നൽകുന്ന വീടാകണ്ടയോ? അതുകൊണ്ടല്ലേ ആ വീടിനെ കുറിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഒരിക്കലും നിങ്ങളുടെ വീടുകളെ, ആ വീടുകളെ ഒരിക്കലും നിങ്ങൾ ഖബറുകൾക്ക് തുല്യമാക്കാൻ പാടില്ല. നിങ്ങളെ വീടുകൾ, ആ വീടുകളെ ഒരിക്കലും നിങ്ങൾ ഖബറുകൾക്ക് തുല്യമാക്കാൻ പാടില്ല. എന്താണ് ഖബറിന് തുല്യമാക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? സാധാരണ ഖബറിന്റെ ഉള്ളിലോ ഇബാദത്തുകൾ ഉണ്ടാകാറില്ല. എന്നാൽ ഇതുപോലെ ഒരിക്കലും നിങ്ങളുടെ വീടോ ഇബാദത്തുകളില്ലാത്ത വീടാകാൻ പാടില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തേ അതങ്ങനെ പറയാൻ കാരണം? അത് പറയാൻ കാരണം പഴയ കാലത്ത് വീടുകളിലൊക്കെ നല്ല ബറക്കത്തുണ്ടായിരുന്നു, വീടുകളിലൊക്കെ നല്ല ഇബാദത്തുകൾ ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഇന്ന് വീടുകളിൽ ഇബാദത്തുകൾ കുറഞ്ഞുപോയി, ഇന്ന് വീടുകളിലൊക്കെ ബറക്കത്തുകൾ കുറഞ്ഞുപോയി. അതുകൊണ്ടല്ലേ നിങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ, ആ സുന്നത്ത് നിസ്കാരം കഴിവിന്റെ പരമാവധി നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ? ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമല്ലാതെ പ്രത്യേകിച്ച് പള്ളിയിൽ നിസ്കരിച്ചാൽ കൂടുതൽ പുണ്യം കിട്ടും എന്ന് പറഞ്ഞ ളുഹ പോലെയുള്ള സുന്നത്ത് നിസ്കാരമല്ലാതെ മറ്റു നിസ്കാരങ്ങളെല്ലാം പുരുഷന്മാരോട് പോലും നബി തങ്ങൾ എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കണമെന്നല്ലേ? അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ വരുമ്പോ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിച്ച് വരണം, സുന്നത്ത് നിസ്കാരം പോയി വീട്ടിൽ നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? എന്തേ കാരണം? കാരണം വീടുകൾ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഇബാദത്തില്ലാത്ത വീടുകളാകാൻ പാടില്ല. പഴയ കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഉമ്മയും മക്കളെല്ലാവരും ഒന്നിച്ചിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് അവർ ഒന്നിച്ചിരുന്നു ഖുർആൻ ഓതും. ഉമ്മ ഓതുന്നത് കണ്ടിട്ട് മക്കളോതും. എന്നിട്ട് അതാ ദിക്റുകൾ ചൊല്ലും, എന്നിട്ട് മാല പാടും, എന്നിട്ടോ മൗലിദ് പാരായണം ചെയ്യും. അങ്ങനെ എന്നും മഗ്രിബിന് ശേഷം ഇശാ വരെ നമ്മുടെ വീട്ടിൽ ഒരു മജ്ലിസ് നടക്കും. അതാരുടെ നേതൃത്വത്തിലുള്ള മജ്ലിസാണ്? ഉമ്മാന്റെ നേതൃത്വത്തിലുള്ള മജ്ലിസാണ്. ആ മജ്ലിസിൽ ആരെല്ലാമാണ് കൂടിയിട്ടുള്ളത്? ആ വീട്ടിലുള്ള മക്കളെല്ലാം ആ മജ്ലിസിൽ കൂടുന്നു. ഉമ്മമാരെ, അത് മക്കൾക്ക് വലിയ ബറക്കത്തല്ലേ? നമ്മുടെ വീട്ടിലും വലിയ ബറക്കത്ത് കിട്ടാനത് കാരണമല്ലേ? അതേ സമയത്ത് ഇന്നങ്ങനെയല്ല. ഇന്ന് കുട്ടിയെ മദ്രസയിലോട്ട് പറഞ്ഞയച്ചാൽ തന്നെ, ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞതാ, കുട്ടികളെ മദ്രസയിലോട്ട് പറഞ്ഞയച്ചാൽ തന്നെ 7 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് കോൾ വരും. അയക്കണം, കുട്ടിക്ക് സ്കൂളിൽ പോകുന്ന നേരാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആയി പോയാൽ പിന്നെ വീട്ടിൽ നിന്ന് കോള്, കുട്ടീനെ ഒപ്പം വിളിക്കുക.
എന്താ വിളിച്ചിട്ട് എന്താ പറയണേ? ഉസ്താദെ കുഞ്ഞിനെ മേ അയക്കണോ, ബേ കടത്തോറ ഉസ്താദ്, കാരണം സ്കൂൾ ലേറ്റ് ആവണം, ഇപ്പം 10 മിനിറ്റ് ആയിട്ട്. സ്കൂളിലേക്ക് പോകുന്നു, എന്നിട്ട് പകല് മൊത്തം സ്കൂളിലാ. നമ്മുടെ മക്കളുടെ കഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മമാരോട് ഞാൻ പ്രത്യേകം പറയാം, പകല് മൊത്തം സ്കൂളിലല്ലേ. വീട്ടിലുണ്ടാകുന്ന നേരെ സമയം മക്കൾ പകൽ സമയത്ത് സ്കൂളിലല്ലേ. എന്നിട്ട് ആ സ്കൂളിൽ പകല് മൊത്തം സ്കൂളിൽ കഴിയുമ്പോൾ ഇന്ന് സ്കൂളിൽ എന്താ പഠിക്കുന്നത്? ഉമ്മാനെ ബഹുമാനിക്കണം സ്കൂളിൽ പഠിക്കും. ഒറ്റ കുട്ടിയോ സ്കൂളിൽ ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് പഠിച്ചിട്ട് ഉമ്മാനെ ബഹുമാനിച്ച ഒറ്റ കുട്ടിയുണ്ടോ? സ്കൂളിൽ പഠിപ്പിക്കണ്ടോ ഇല്ലെന്ന് വിഷയം വേറെ. ഉപ്പാനെ ബഹുമാനിക്കണം, മുതിർന്നവരെ കാണുമ്പോൾ വളരെ വിനയത്തിൽ സംസാരിക്കണം എന്നൊക്കെ സ്കൂളിൽ പഠിപ്പിക്കണം. മറ്റൊരുത്തനെ കാണുമ്പോൾ അസൂയ ഉണ്ടാകാൻ പാടില്ല, അഹങ്കാരം പാടില്ല, കൽബ് നല്ല ക്ലിയർ ഉള്ള കൽബാകണം എന്ന് സ്കൂളിൽ പഠിപ്പിക്കണം. സ്കൂളിൽ ഗണിതം പഠിപ്പിക്കും, സ്കൂളിൽ ആർട്സ് പഠിപ്പിക്കും, കോമേഴ്സ് പഠിപ്പിക്കും, സയൻസ് പഠിപ്പിക്കും, ഒക്കെ പഠിപ്പിക്കും, ഭൗതികം പഠിപ്പിക്കും. ഖബറിലെത്തിയാല് മുങ്കർ നക്കീർ മാത്സ് ചോദിക്കുന്നു. 2+2 എത്ര? 2+2 എത്ര ലബ്ബ? ഖബറിൽ പോയി കിടക്കണ ഖബറാലിയോട് മലക്ക് ചോദിക്കണ്ട, സയൻസ് ചോദിക്കുന്നുണ്ട് ഇല്ല. ഇതിന് അതിനു വേണ്ടി എത്ര നേരാണ് പകൽ മുഴുവൻ സമയം ചെലവഴിക്കുക. എന്താ മദ്രസയിലോ സുബ്ഹാനല്ലാഹ് വൈകിട്ടാണ് ഈ കുട്ടി മദ്രസയിലോട്ട് എത്തുന്നത് തന്നെ. എന്നിട്ടോ ഒരു 5 മിനിറ്റ് വൈകിയാൽ, ഒരു 10 മിനിറ്റ് വൈകിയാൽ വീട്ടിൽ നിന്ന് കോള് വന്നു പോയി. സാദേ മോനെ വേ അയക്കണം, മോളെ വേ അയക്കണം, സ്കൂളിലോട്ട് പറഞ്ഞേക്കണം, നേരം വൈകി. എന്നിട്ടോ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ, മദ്രസയുടെ പഠനമല്ലേ ഏറ്റവും ആവശ്യമുള്ള പഠനം? മദ്രസയിലുള്ള പഠനമല്ലേ? അത് അടിസ്ഥാനമല്ലേ? അടിസ്ഥാനപരമായ ഇൽമ് മക്കള് പഠിക്കുന്നത് മദ്രസയിൽ നിന്നല്ലേ? ആ മദ്രസക്ക് കൃത്യമായും കുട്ടികളെ പറഞ്ഞേക്കണേ. ഉമ്മമാരോട് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ആ കുട്ടികളെ വളരെ കൃത്യമായും മദ്രസയിലോട്ട് പറഞ്ഞേക്കണം. സുബ്ഹാനല്ലാഹ്, മദ്രസയിൽ എന്റെ മകൻ എന്ത് പഠിച്ചു എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ചിലപ്പോ മദ്രസയ്ക്ക് ഫീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഫീസായിരിക്കും. സ്കൂളിലുള്ള ഫീസ് അങ്ങനെയല്ല. എന്നാലും റബ്ബിന്റെ കോടതിയിൽ വിലപിടിപ്പുള്ള വിദ്യാഭ്യാസം സ്കൂളിന്റെ വിദ്യാഭ്യാസമല്ല, മറിച്ചോ അത് അല്ലാഹുവിന്റെ ദീനിന്റെ അറിവാണ്, ദീനിന്റെ ഇൽമാണ്. അതിനേക്കാളും വലിയ മഹത്വമുള്ള ഇൽമ് വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെയാണ് തഖ്വ കിട്ടുന്നത്, അവിടെയാണ് ഖൽബ് ശുദ്ധിയാകുന്നത്, അവിടെയാണ് ഭക്തി ഉണ്ടാകുന്നത്. അവിടെ പഠിച്ചവരുടെ ഖൽബിലല്ലേ ഭക്തിയുള്ളത്, അവിടെ പഠിച്ചവരുടെ ഖൽബിലല്ലേ ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കാനുള്ള ചിന്തയുള്ളത്. ഓ ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ കൂടുതൽ നേരം സമയം ചെലവഴിക്കാനില്ല. ഒരൽപ്പം വൈകിയാൽ അപ്പോഴേക്ക് തന്നെ വിളിച്ചു പറഞ്ഞു നേരം വൈകി. പിന്നെ നമ്മുടെ മക്കൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകലെങ്ങനെ? ഇന്ന് എല്ലാ ഷോകളായി മാറിപ്പോയി, കാട്ടിക്കൂട്ടലുകളായി മാറിപ്പോയി, ഇബാദത്തുകൾ പറ്റ കുറഞ്ഞു പോയി. കഴിവിന്റെ പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാകണേ.